ശവത്തി കുത്തുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ഷാജൻ മറുതയുടെ അവസ്ഥ. മറുത ഇടികൊണ്ട് പിരിന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നാട്ടുകാർ ഇറങ്ങി നിന്ന് ട്രോളുന്ന ഒരവസ്ഥ. ഒരു ചോദ്യം കേട്ടു. കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള AH ഹഫീസിന്റെ കേട്ട പാടെ തന്നെ ചിരി വന്നു എന്ന് പറയേണ്ടി വരികയാണ്. അമ്മാതിരി ക്ലാസ് ചോദ്യം. വേദനയൊക്കെ ഉണ്ടാടാ ഷാജാൻ, പിന്നെ ഇടികൊണ്ട് പിരിന്നിരിക്കുമ്പോൾ വേദന കാണൂലേ? എൻ്റെ മൂക്കിൻ്റെ പാലം പോയി, പല്ല് പോയി, മുഖം പോയി, ആദ്യത്തെ അടിയിൽ എൻ്റെ കിളി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാജൻ വേദന ഉണ്ടാന്ന് ചോദിച്ചാൽ ചവത്തി കുത്തുന്നതിനൊരു പരിധിയും മര്യാദയും ഇല്ലേ എന്നായിരിക്കും മറു ചോദ്യം. എന്തായാലും ഷാജന്റെ ഈ അവസ്ഥയോടൊപ്പം തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കിട്ടിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് അതിനെ സംബന്ധിച്ചു കൂടി വിശദീകരിച്ചുകൊണ്ടും സർക്കാരിനെ കുറിച്ച് വ്യാജത്തരം കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന മറുതയ്ക്ക് ഒരു വിദഗ്ധ ഉപദേശം കൂടി ഹഫീസ് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളെല്ലാം എങ്ങനെ മാറിയെന്ന് ഇതുപോലെ ഓരോരോ സന്ദർഭത്തിൽ ഷാജന് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് മാറ്റമെന്ന് തിരിച്ചറിയാൻ കൂടി കഴിയുമെന്ന് ഹഫീസ് പറയുന്നുണ്ട്. എടാ ഷായ, നീ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചില്ലേ? എങ്ങനെയുണ്ട് ചികിത്സ? നിന്റെ ചാണ്ടിയുടെ കാലത്തെ പറഞ്ഞ പോലെയാണോ? അവിടെ നല്ല ബെഡുകളുണ്ട്, നല്ല ചികിത്സാ സൗകര്യങ്ങളുണ്ട്, നല്ല മരുന്ന് കിട്ടി. നിന്റെ എക്സ്റേ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ആ ആശുപത്രി തന്നെ പരിശോധിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്? ഇത്രയും സൗജന്യമായി ചികിത്സ കിട്ടിയിട്ടും നിനക്ക് എങ്ങനെയാണ് ഷായ സർക്കാരിനെ കുറ്റം പറയാൻ തോന്നുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാരണങ്ങളുമായി നീ ഗവൺമെന്റ് ആശുപത്രികളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഗവൺമെന്റ് സ്കൂളിലൊക്കെ കയറി ചെല്ലണം. അപ്പോൾ അറിയാം ഈ ഭരണത്തിന്റെ മികവ്. ഷായ, വേദന കുറവുണ്ടോടാ? മറുത ഇപ്പോൾ ഫോൺ പോലും നോക്കാറില്ല എന്നാണ് അറിയുന്നത്. കാര്യം സാധാരണഗതിയിൽ അടിയിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സമാധാനിപ്പിക്കാറാണ് പതിവ്. ഇത് ഏഷ്യാനെറ്റും സംഘപരിവാറുകാരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഷാജന് കിട്ടിയതിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ കണക്ക് അങ്ങോട്ട് പലരെയും സംതൃപ്തിപ്പെടുത്തിയിട്ടുമില്ല. ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഹഫീസിൻ്റെ ഇമ്മാതിരി ട്രോളൽ കൂടി പുറത്തെത്തിയിരിക്കുന്നത്. നേരത്തെ മറുതയുടെ വ്യാജ വാർത്തയുടെ ഇര കൂടിയായിട്ടുള്ള ഹഫീസ് കിട്ടിയ അവസരത്തെ ഒട്ടും വിട്ടുകളഞ്ഞില്ല. കടുപ്പപ്പെട്ട അപലപനീയമാണ് ഹഫീസ് ഇറക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇനിയും കിട്ടണേ, അപ്പോഴെല്ലാം അപലപിക്കാൻ പറ്റണേ എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു മഞ്ഞക്കാരന് വന്ന അവസ്ഥ അത് ഈ നാട്ടിൽ ഇനി ഒരു മനുഷ്യർക്കും വരരുതേ എന്ന് ആലോചിക്കുകയാണ്. നല്ലപോലെ തല്ലും കിട്ടി ബിരിയാണി കഴിക്കാൻ പോയെടുത്തു നിന്ന് വയറ് നിറച്ച് നാട്ടുകാർ ചാപ്പാട് കൊടുത്ത് ആശുപത്രിയിലാക്കിയ അവസ്ഥയെന്ന് പറയുന്നത് അത് വളരെ സാഡായിപ്പോയി. ഈ ഓണക്കാലം ഷാജനെ സംബന്ധിക്കുന്നിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഓണക്കാലമായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും മറക്കാത്തത്. ഓണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ചെവിക്കലിന് പുളക്കെ ഒരു വണ്ടിൻ്റെ മൂളൽ കേൾക്കുന്ന ഓർമ്മകൾ ഷാജന് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത തൊടുപുഴക്കാർക്ക് അഭിനന്ദനം അർപ്പിക്കാനും ചിലർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹഫീസിനെ പോലുള്ളവരുടെ ഈ ട്രോളുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലുമാണ്.